തിരക്കിനെ നിയന്ത്രിക്കാനും പറ്റില്ല. കാരണം വെച്ചാൽ തിരക്ക് കൂടുതലല്ലോ, ആളുകൾ വരില്ലേ. നമുക്ക് തിരക്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് പരമാവധി ശ്രമിക്കാനേ പറ്റുള്ളൂ. ഇപ്പം എന്താ വെച്ചാൽ ഇന്ന് 1,00,000-ലധികത്തോളം ആളുകൾ അവിടെ ഭക്തരവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭക്തരുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒരു പരിമിതിയുണ്ട്. അതിൻ്റെ പരിമിതി എന്താണെന്നറിയില്ലോ. ശബരിമലയിലെ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും 18-ാം പടി കയറണം. 18-ാം പടി ഒരു മിനിറ്റിൽ കയറാവുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. ഇപ്പോൾ ഇന്ന് 4,600 പേര് ഒരു മണിക്കൂറിൽ കയറിയിട്ടുണ്ട്. ഇന്ന് 4,600. അപ്പോൾ ഏകദേശം അവിടെ ഒരു 50,000-ലധികം ഭക്തരെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ക്യൂ നിൽക്കുകയാണ്. നിലയ്ക്കുന്നും പമ്പയിൽ നിന്നും ഒക്കെ കയറാനുള്ളവരാണ്. അപ്പോൾ സന്നിധാനത്തിന് ഏകദേശം 50,000-ഓളം ആളുകൾ എത്തിച്ചതാണ്. അപ്പോൾ അവരെ മുഴുവൻ നമുക്ക് 18-ാം പടി കയറ്റുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പ്രയാസമുള്ള കാര്യവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി വരുന്ന ഭക്തരെ മുഴുവൻ കയറ്റാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സമയം ദീർഘിപ്പിച്ചു. നേരത്തെ 17 മണിക്കൂറായിരുന്നു, അത് 18 മണിക്കൂറാക്കി. പിന്നെ മറ്റ് ചില സമയവും കൂടി നമ്മൾ സേവ് ചെയ്തു. അത് പിന്നെ നമ്മുടെ ബഹുമാന്യ തന്ത്രിയായിട്ടും മേൽശാന്തിയായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് പരമാവധി മിനിറ്റുകൾ സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് അത്രയും ഭക്തരെ കയറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുമായിട്ട് അവർ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഭക്തരെ കയറ്റുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കയറിയ ഭക്തർ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നില്ല, വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ തിരക്ക് വീണ്ടും കൂടും. ഈ 18-ാം പടി കയറിക്കഴിഞ്ഞ ആളുകൾ മാറിയില്ലെങ്കിൽ താഴെയുള്ള ആളുകൾക്ക് കയറാൻ പറ്റില്ലല്ലോ. അത് ആര് വിചാരിക്കണം? കയറിയ ആളുകൾ വിചാരിക്കണം പ്രധാനമായിട്ടും. ഇവിടെ ഞാൻ കാരണം കൂടുതൽ തിരക്ക് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് ഓരോ ഭക്തരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി തിരക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണമെന്ന് ഭക്തരോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് അപ്പം തന്നെ ആരെ കൊണ്ടേലും പ്രതികരണം. അപ്പം ഞാൻ തന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അസ്വസ്ഥതയുണ്ടാവും. അപ്പോൾ പറയും, കണ്ടോ തിരക്ക് കാരണം ഞാനും പറയും. ഞാൻ അങ്ങനെയാണ് മനുഷ്യരുടെ ഒരു സ്വഭാവം. കുറ്റം പറയാൻ കിട്ടുന്ന ഒരു സമയം നമ്മൾ പാഴാക്കില്ലല്ലോ. അത് നമ്മുടെ ശീലമാണ്. നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുക എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പോകണം എന്നുള്ളത് ഒരു പ്രശ്നമുള്ള പോലെ തന്നെ പുറകിൽ വരുന്നവർക്ക് കയറണം എന്നുള്ള ഒരു താല്പര്യവും അവർക്കുണ്ടാവണം. ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബസ് നിർത്തുന്ന ഇഷ്ടമല്ലല്ലോ. ഇപ്പോൾ ഒരു ബസ്സിൽ നമ്മൾ കൈ കാണിച്ച് നിർത്താതെ പോയി കഴിഞ്ഞാൽ ബസ്സുകാരനെ തെറി പറയും അല്ലേ. നിർത്തിക്കഴിഞ്ഞ് കയറിക്കഴിഞ്ഞാലോ പിന്നെ ബസ് എവിടെയെങ്കിലും സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ നമുക്ക് ഇഷ്ടമാവുമോ? നിർത്താൻ പാടില്ലെന്ന് പറയും അല്ലേ. ആണോ? ബസ്സിൽ കയറുന്നവരെ നമ്മൾ കൈ കാണിച്ചിട്ട് ബസ് നിർത്തിയില്ലെങ്കിൽ ബസ്സിൻ്റെ കണ്ടക്ടർ ഡ്രൈവറെ എന്തെല്ലാം ചീത്ത പറയാൻ പറ്റും അതെല്ലാം പറയും. ബസ്സിൽ കയറി നമ്മളവിടെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബസ് ഒരു സ്റ്റോപ്പിലും നിർത്താൻ പാടില്ല അല്ലേ. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കും തോന്നും. ഞാൻ എന്നാണ് ആ ദിവസം എരുമേലിയിൽ നിന്ന് കയറി പോകുന്ന സമയത്ത് അവിടെ കുറേ അധികം ബസ് പിടിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെ നിർത്തി അവിടെ ആളുകളെ വിടാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി. അത് നല്ല അർത്ഥത്തിലെടുത്താൽ മതി. ഭക്തർക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ പോലീസുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു കലാമിറ്റി ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു പ്രിക്കഷൻ്റെ ഭാഗമായിട്ട് ചില സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യിക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഭക്തരെ വാഹനം തടഞ്ഞു നിർത്തുമ്പോൾ അവർക്ക് വെള്ളം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണം, അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ മറ്റ് ഭക്ഷണം കിട്ടാനുള്ള സൗകര്യം ഉണ്ടാവണം. അല്ല അതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വാഹനം തടഞ്ഞിടരുത് നിർദ്ദേശം കൊടുത്തു. പൂരപ്പറമ്പ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ, കൊച്ചിൻ ദേവസ്വം ബോർഡ്, അത് ചെറിയ റേറ്റിനാണ് കൊടുത്തിരുന്നത്. ആർക്ക്? പൂര കമ്മിറ്റിക്ക്. അവർ എക്സിബിഷൻ നടത്തും. അപ്പോൾ സോമോട്ടം കേസെടുത്ത് കോടതി പറഞ്ഞു കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് ഈ പൂര കമ്മിറ്റിക്കാർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം കൊമേഴ്ഷ്യൽ റെൻറ്റ് തന്നെ ഈടാക്കണം എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അല്ല, അത് ഇടപെടൽ നടത്തലല്ലേ. ഇന്നലെ മിനിഞ്ഞാന്ന് കോടതി വിധി പറയേണ്ടതായിരുന്നു. അത് 4-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു കുറവുണ്ടാവില്ല. അതോ ഈ പറഞ്ഞു പരത്തുന്നതാണ്. കോടതിയുടെ നിർദ്ദേശം വന്നിട്ടില്ല, അൾട്ടിമേറ്റ് ഡിസിഷൻ വന്നിട്ടില്ല. അത് മിക്കവാറും 4-ാം തീയതി വരെ. അതിപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശബരിമലയെ അതുപോലെ നമ്മുടെ ഈ ആഘോഷ പരിപാടികളെയും ഒക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പെശകുണ്ടെങ്കിൽ ആ പെശകൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണം അത് നല്ലതല്ല.